ഹലോ, നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ജോയിൻ്റ് വെച്ചിട്ടാണ്. ട്രസ് വിച്ച് ക്യാരിയിങ് ഹൊറിസോണ്ടൽ ലോഡ്സ്. അതായത് ട്രസ്സിൻ്റെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ വെർട്ടിക്കൽ ജോയിൻസിൽ വെർട്ടിക്കൽ ലോഡ്സ് മാത്രമായിരുന്നു ഉണ്ടായത്. എന്നാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോയിൻസിൽ ഹൊറിസോണ്ടൽ ലോഡ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആ ട്രസ്സിനെ അനലൈസ് ചെയ്യും, എങ്ങനെയാണ് ആ ഹൊറിസോണ്ടൽ ലോഡ് കൂടി കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതാണ് ഹെഡിങ്. മെത്തേഡ് ഓഫ് ജോയിൻസ് അപ്ലൈഡ് ടു truss carrying horizontal loads. That is method of joints applied to trusses which carrying horizontal loads. Okay, അപ്പം നമുക്കതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക. ഇഫ് എ ട്രസ് ക്യാരീസ് ഹൊറിസോണ്ടൽ ലോഡ് വിത്ത് ഓർ വിത്തൗട്ട് വെർട്ടിക്കൽ ലോഡ്സ് hinged at one end and supported on roller at the other end, then the support reaction at the roller support end will be normal, whereas the support reaction at the hinge end will consist of horizontal reaction and a vertical reaction. അതായത് എന്താ പറയുന്നത് വെച്ചാൽ, ഒരു ട്രസ്സിൻ്റെ അകത്ത് സപ്പോർട്ട് സിംപ്ലി സപ്പോർട്ടഡാണ്. അതായത് അതിൽ ഒരു എൻഡ് പിന്നെ റോളർ സപ്പോർട്ടും അതിൻ്റെ മറ്റേ എൻഡ് ഹിഞ്ച്ഡ് എൻഡും ആണെങ്കിൽ നമ്മൾ എന്താണ് വരുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ റോളർ സപ്പോർട്ടാണെങ്കിൽ റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ എത്ര റിയാക്ഷൻസ് ഉണ്ടെന്നാണ് പഠിച്ചത്. ഒരു റിയാക്ഷൻ, ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് മാത്രമേ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണെങ്കിലോ, ഹിഞ്ച്ഡ് സപ്പോർട്ടാണെങ്കിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. അവിടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, രണ്ട് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണുള്ളത്. സോ അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഡെവലപ്പ് ചെയ്യും, അല്ലേ? അപ്പം നമ്മൾ ട്രസ്സിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ ലോഡ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്നാൽ നമ്മൾ ഹിഞ്ച് സപ്പോർട്ടിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് ഒരു ഹിഞ്ച് സപ്പോർട്ടാണെങ്കിൽ ഇവിടെ കൺസിഡർ ഉണ്ടാവും. ഒരു ഹിഞ്ച് സപ്പോർട്ടാണെങ്കിൽ അതിലൊരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ടാവും. നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? അവിടെ ജോയിൻറ്റിൽ വെർട്ടിക്കൽ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഒരു ട്രസ്സിൻ്റെ കേസിൽ ജോയിൻറ്റിൽ ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് ഇവിടെയുള്ള ഈ ഒരു ട്രസ്സിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ജോയിൻറ്റ് ഡിയിൽ ഒരു 12 kN ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു 18 kN വെർട്ടിക്കൽ ലോഡും ഉണ്ട് ജോയിൻറ്റ് സിയിൽ. ഇവിടെ ഒരു ജോയിൻറ്റ് ഡിയിൽ 12 kN ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് വേണം, നമ്മുടെ ഈ ഹിഞ്ച് സപ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ ആ ഹിഞ്ച് സപ്പോർട്ടിലുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ആ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യാൻ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇത്ര നാൾ നമ്മൾ ചെയ്തത് അവിടെ ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിൽ കൂടി അവിടെ നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് RA ആൻഡ് RB എന്ന് പറഞ്ഞ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ്? അവിടെ ഹൊറിസോണ്ടൽ ലോഡ് ജോയിൻറ്റിൽ ആക്ട് ചെയ്യാത്തത് കൊണ്ട്. എന്നാൽ ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്ന കേസ് വന്നു കഴിഞ്ഞാൽ, ജോയിൻറ്റിൽ ഹൊറിസോണ്ടൽ ലോഡ് വന്നു കഴിഞ്ഞാൽ റോളർ സപ്പോർട്ട് ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം കൺസിഡർ ചെയ്യാം. എന്നാൽ ഹിഞ്ച്ഡ് സപ്പോർട്ടിൻ്റെ കേസിൽ അവിടെ വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൻ്റെ വാല്യൂ കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ജോയിൻറ്റ്, ഏത് ജോയിൻറ്റിലാണോ ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരുന്നത്, ആ ജോയിൻറ്റിൻ്റെ ഇക്വിലിബ്രിയം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആ ലോഡ് കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, നേരത്തെ ഒന്നും ചെയ്ത പ്രോബ്ലത്തിൽ അത് ചെയ്തിട്ടില്ല. മനസ്സിലാക്കുക ഡിഫറൻസ് എന്താണ്. അവിടെയൊന്നും ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ ആ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. ഹിഞ്ച് സപ്പോർട്ടിൻ്റെ കേസിൽ റോളർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവില്ല, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം. ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിലാണ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനി ആ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും? ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട്. അപ്പോൾ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ എത്രയാണ് അതിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഫോഴ്സസ് തന്നിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ലോഡ് തന്നിരിക്കുന്നത്, ആ ഹൊറിസോണ്ടൽ ലോഡ് പ്ലസ് നമ്മൾ ഹിഞ്ച് സപ്പോർട്ടിലുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈക്വൽ ടു
0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിൻ്റെ അന്ന് ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിലുള്ള ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്രയാണോ അതായിരിക്കും അവിടെയുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. എങ്കിലല്ലേ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആവുള്ളൂ. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ നോക്കുക. ദ ഹൊറിസോണ്ടൽ റിയാക്ഷൻ വിൽ ബി ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് അൾജിബ്രിക്കലി ഓൾ ദ ഹൊറിസോണ്ടൽ ലോഡ്സ്. നേരത്തെ പറഞ്ഞായിരുന്നേ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ ഹൊറിസോണ്ടൽ ലോഡ്സും നമ്മൾ ആഡ് ചെയ്യുക. അൾജിബ്രിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത് സൈൻ കൂടി നോക്കിയിട്ട് എല്ലാ ഹൊറിസോണ്ടൽ ലോഡ്സും നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, whereas vertical reaction will be obtained by subtracting the roller support reaction from the total vertical load. അപ്പം ഹൊറിസോണ്ടൽ ലോഡ് കണ്ടുപിടിക്കുന്നത് അൾജിബ്രിക്കലി നമ്മൾ ആഡ് ചെയ്യുക. വെർട്ടിക്കൽ ലോഡാണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻസ് എത്രയാണുള്ളത് അതിനകത്ത് നിന്ന് റോളർ സപ്പോർട്ടിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിഞ്ച് സപ്പോർട്ടിൽ വെർട്ടിക്കൽ റിയാക്ഷൻ കിട്ടും. ഓക്കെ, now the forces in the members of a truss can be determined. അപ്പോൾ ഹൊറിസോണ്ടൽ ലോഡും വെർട്ടിക്കൽ ലോഡും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രസ്സിലെ മെമ്പേഴ്സിലെ ഫോഴ്സസ് കണ്ടുപിടിക്കാം. മെത്തേഡ് ഓഫ് ഓരോ ജോയിൻറ്റ് കൺസിഡർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രീഫായിട്ട് പറയാവുന്ന ഹൊറിസോണ്ടൽ ലോഡ് ഹിഞ്ച് സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രസ്സിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇനി അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നു പറയുന്നത് ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് അത് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. പ്രോബ്ലം 11.8 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഇൻ ദ ട്രസ് ഷോൺ ഇൻ ഫിഗർ 11.22 വിച്ച് ക്യാരീസ് എ ഹൊറിസോണ്ടൽ ലോഡ് ഓഫ് 12 kN ആൻഡ് എ വെർട്ടിക്കൽ ലോഡ് ഓഫ് 18 kN. ഓക്കെ, ഒരു ട്രസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ഹൊറിസോണ്ടൽ ലോഡ് 12 kN ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ലോഡ് 18 kN ഉണ്ട്. അതിനെ അനലൈസ് ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഇൻ ദ മെമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗർ. ഒരു എൻഡ് എ എന്ന് പറയുന്നത് സപ്പോർട്ട് എ എന്ന് പറയുന്നത് ഹിഞ്ചും സപ്പോർട്ട് ബി എന്ന് പറയുന്നത് റോളർ സപ്പോർട്ടുമാണ്. ജോയിൻറ്റ് ഡിയിലാണ് ഹൊറിസോണ്ടൽ ലോഡ് 12 kN ഉള്ളത്. ജോയിൻറ്റ് സിയിൽ വെർട്ടിക്കൽ ലോഡ് 18 kN ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ എന്താണെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രസ്സസ് ഈസ് സപ്പോർട്ടഡ് ഓൺ റോളർ അറ്റ് ബി ആൻഡ് ഹെൻസ് ദ റിയാക്ഷൻ അറ്റ് ബി ഈസ് എ നോർമൽ ടു ദ റോളർ ബേസ്. ദ റിയാക്ഷൻ അറ്റ് ബി ഇൻ ദ കേസ് ഷുഡ് ബി വെർട്ടിക്കൽ. റോളർ സപ്പോർട്ടാണ് ബി സപ്പോർട്ടിലുള്ളത്, അതുകൊണ്ട് അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷനാണ് ഉണ്ടാവുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് അറ്റ് ദ എൻഡ് എ ട്രസ് ഈസ് ഹിഞ്ച്ഡ് and hence the support reaction at hinged end A will consist of a horizontal reaction HA and a vertical reaction RA. അതായത് സപ്പോർട്ട് എ എന്ന് പറയുന്നത് ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്, അതുകൊണ്ട് അവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ HAയും ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ RAയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ HAയും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ RAയും RBയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ടോട്ടൽ മൊമെൻറ്റ് ഈക്വൽ ടു ഒരു പോയിൻറ്റ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ടേക്കിംഗ് മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അറ്റ് എ വി ഗെറ്റ് മൊമെൻറ്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വരിക, സിഗ്മ എം എ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ, സിഗ്മ എം എ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ വരുന്നത് എന്താണ്, ആർ ബി ഇൻറ്റു ആർ ബി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ആർ ബീൻ്റെ ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്തെടുക്കാം, ആർ ബി മൈനസ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ സിഗ്മ എം എ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. സോ മൈനസ് ആർ ബി ഇൻറ്റു ആർ ബി എന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര, 2 + 2 4 വരും. മൈനസ് ആർ ബി ഇൻറ്റു 4, പിന്നെയോ ഒരു 18 kN ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം 18 kN ഡൗൺവേർഡ് എന്ന് അത് എയിലേക്ക് ക്ലോക്ക് വൈസിലാണ്. സോ +18
പ്ലസ് 18 കിലോ ന്യൂട്ടനകത്ത് നിന്ന് ആറയിലേക്കുള്ള ഡിസ്റ്റൻസ് 2 പ്ലസ് 18 × 2. പിന്നെയോ ഇവിടെ ഒരു 12 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. ആ 12 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ അകത്ത് നിന്ന് ആ 12 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുകൂടെ എഴുതരാം കേട്ടോ. ഈ 12 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇന്ന് ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എയിലേക്കുള്ള ഡിസ്റ്റൻസ് 12 കിലോ ന്യൂട്ടൺ ജോയിൻറ്റ് ഡിയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. 12 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ജോയിൻറ്റ് ഡിയിലാണ്. അപ്പോൾ ഈ 12 കിലോ ന്യൂട്ടൻ്റെ എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് എത്രയാണ്? 1.5 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരുന്നത് RB minus RB into 4 plus 18 into 2. 12 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ അതും ക്ലോക്ക് വൈസ് ആണ്, അതും പ്ലസ്. സോ പ്ലസ് 12 into 1.5 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? RB into 4 ഈക്വൽ ടു 18 into 2 പ്ലസ് 12 into 1.5 എന്ന് എഴുതാം അല്ലേ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. RB into 4 ഈക്വൽ ടു 18 into 2 പ്ലസ് 12 into 1.5 ദാറ്റ്സ് ഈക്വൽ ടു 36 പ്ലസ് 18 ഈക്വൽ ടു 54. അതായത് RB into 4 ഈക്വൽ ടു 54 എന്ന് കിട്ടും. സോ നമുക്ക് RBൻ്റെ വാല്യൂ എന്ത് കിട്ടും? 54 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും RB. അപ്പോൾ 54/4 ഈസ് ഈക്വൽ ടു 13.5 കിലോ ന്യൂട്ടൺ വരും RBൻ്റെ വാല്യൂ. റിയാക്ഷൻ അറ്റ് സപ്പോർട്ട് ബി, റിയാക്ഷൻ അറ്റ് സപ്പോർട്ട് ബി RB ഈസ് ഈക്വൽ ടു അപ്പോൾ 13.5 കിലോ ന്യൂട്ടൺ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RAൻ്റെ വാല്യൂ എന്തായിരിക്കും നമുക്കറിയാം. RA പ്ലസ് RB ഈക്വൽ ടു ടോട്ടൽ ഹൊറിസോണ്ടൽ ലോഡ്, വെർട്ടിക്കൽ ലോഡ്. ടോട്ടൽ വെർട്ടിക്കൽ ലോഡ് എത്രയാണ്? 18 ആണ്. 18, സോ 18 ആയിരിക്കും. RA പ്ലസ് RB മൈനസ് 18 ഈക്വൽ ടു 0. സോ RA പ്ലസ് RB ഈക്വൽ ടു 18 വരും. അപ്പോൾ RB ഈസ് ഈക്വൽ ടു 13.5 കിട്ടി. സോ RA ഈസ് ഈക്വൽ ടു 18 മൈനസ് 13.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 കിലോ ന്യൂട്ടൺ എന്ന് വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. RA ഈക്വൽ ടു 4.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഹൊറിസോണ്ടൽ ലോഡ് കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ലോഡ് എന്താ പറഞ്ഞാൽ അൾജിബ്രിക്കലി ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹിഞ്ച് സപ്പോർട്ടിൽ ഞാൻ പറഞ്ഞു ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഇതൊരു റോളർ സപ്പോർട്ടാണ് ഡ്രസ്സിൻ്റെ. ഓക്കെ, ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഇനി ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഇവിടെ ഹിഞ്ചിലുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണോ, ഏത് ഡയറക്ഷനിലേക്കാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്രയാണെന്ന് നോക്കുക. ആ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ അൾജിബ്രിക്കലി ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കണം നമ്മൾ ഹിഞ്ച് സപ്പോർട്ടുള്ള റോളർ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ ഡയറക്ഷനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 12 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ഈ ജോയിൻറ്റ് ഡിയിൽ പോസിറ്റീവ് ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ആ 12 കിലോ ന്യൂട്ടൺ മാത്രമേ അവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഈ ഹിഞ്ച് സപ്പോർട്ടിലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ 12 കിലോ ന്യൂട്ടൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെ വരും. അതാണ് ഈ ഇവിടെയുള്ള ഹിഞ്ച് സപ്പോർട്ടിലെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഹിഞ്ച് സപ്പോർട്ടിലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 12 കിലോ ന്യൂട്ടൺ ഇങ്ങനെ പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷനകത്തേക്ക് നമ്മൾ എന്ത് ഹിഞ്ച് സപ്പോർട്ടിലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ HA എന്ന് പറയുന്നത് സം ഓഫ് ഹൊറിസോണ്ടൽ ലോഡാണ്. സം ഓഫ് ഹൊറിസോണ്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ എന്താ വരിക? HAൻ്റെ വാല്യൂ എന്ത് വരും? ഇവിടെ ആകെ ഹൊറിസോണ്ടൽ ലോഡായിട്ട് ഒരു 12 കിലോ ന്യൂട്ടനേ ഉള്ളൂ. സോ 12 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ 12 കിലോ ന്യൂട്ടനാണ് വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്കറിയാം HA പ്ലസ് 12 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 0 ആവണം. അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? ഈ HAൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ 12 കിലോ ന്യൂട്ടൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ 12 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ടേക്കാണെങ്കിൽ HA ഈ ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ 0 ആവുള്ളൂ. സോ എത്രയാണോ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉള്ളത് ആ ഹൊറിസോണ്ടൽ ഫോഴ്സിന് അൾജിബ്രിക്കലി നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഇവിടെ ഒരൊറ്റ ഹൊറിസോണ്ടൽ ഫോഴ്സേ ഉള്ളൂ 12 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ 12 കിലോ ന്യൂട്ടൺ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളിവിടെയുള്ള എൻ്റെ ഡയറക്ഷൻ ചൂസ് ചെയ്യുക. അതുകൊണ്ടാണ് എൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. വാല്യൂ ആ 12 കിലോ ന്യൂട്ടൻ്റെ മാഗ്നിറ്റ്യൂഡിൽ മാറ്റമുള്ള ഡയറക്ഷൻ മാത്രം ചേഞ്ച് വരും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 12 കിലോ ന്യൂട്ടൺ ഓപ്പോസിറ്റ് ഡയറക്ഷനത്. ഇനി ഇൻ കേസ് നമ്മൾ ഈ ഒരു എന്താണ് ഇവിടെ വേറൊരു മെമ്പർ കൂടി ഉണ്ടെന്ന് വെച്ചോ, ഈ ഒരു ജോയിൻറ്റിൽ ഒരു എന്താണ് ഒരു 20 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡയറക്ഷൻ എൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 12 കിലോ ന്യൂട്ടൺ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ 12 അപ്പോൾ എൻ്റെ വാല്യൂ വരുന്നത് HA ഈസ് ഈക്വൽ ടു എന്താ വരുന്നത് 12 വരും. പിന്നെ 20 കിലോ ന്യൂട്ടൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, സോ -20 വരും. വാല്യൂ വരുന്നത് -8 ആയിരിക്കും. -8 എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 8 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. 8 ആണ് എൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ഇതിൻ്റെ റിസൾട്ടൻ്റ് ഈ 12 കിലോ ന്യൂട്ടൻ്റെയും 20 കിലോ ന്യൂട്ടൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ 20 കിലോ ന്യൂട്ടൻ്റെ ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. അതായത് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക്, ഇങ്ങോട്ടേക്കായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് വരിക. അപ്പോൾ എൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങോട്ടേക്ക് ചൂസ് ചെയ്യണം? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എൻ്റെ ഡയറക്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ. ആ കേസിൽ HA വരുന്നത് ഈ പോസിറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് അൾജിബ്രിക്കലി ആഡ് ചെയ്തിട്ട് എന്താണോ വാല്യൂ കിട്ടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുക. പ്ലസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ മൈനസ് ഡയറക്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ മൈനസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താണ് പോസിറ്റീവ് ഡയറക്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ HA ഈക്വൽ ടു എന്താണ് 12 ആണ്. അപ്പോൾ പ്ലസ് സൈനാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ മൈനസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ 12 കിലോ ന്യൂട്ടൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏതാണോ 12 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക്, അതിലെ പോസിറ്റീവ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എടുക്കുക. ഓക്കെ. ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആവണം. അതിൽ ഏത് ഡയറക്ഷനാണോ HA ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ജോയിൻ്റായിട്ട് ചൂസ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതി. അതിന് മുന്നേ നമുക്ക് ഇവിടെയുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്ക് തീറ്റ എന്നാണ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ആംഗിൾ തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ടത് സൈൻ ആൻഡ് കോസ് എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ള വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും എളുപ്പം വരുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾ BCD കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ BCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിൽ CB എന്ന് പറയുന്ന ലെങ്ത് 2 ആണെന്ന് നമുക്കറിയാം. DC എന്ന് പറയുന്നത് 1.5 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ BD എന്ന് പറയുന്ന സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? BD എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1.5 സ്ക്വയർ ഈക്വൽ ടു 2.5 മീറ്റർ എന്ന് വരും BDൻ്റെ വാല്യൂ. ഓക്കെ. അപ്പം BDൻ്റെ വാല്യൂ 1.5 മീറ്റർ എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ആംഗിൾ തീറ്റ അല്ലേ, കോസ് തീറ്റ എത്ര വരിക? കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 2 BDൻ്റെ വാല്യൂ 2.5. അപ്പോൾ 2/2.5 ആണ് കോസ് തീറ്റൻ്റെ വാല്യൂ വരുന്നത്. അങ്ങനെ അത് 0.8 വരും. സൈൻ തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 1.5/2.5 വാല്യൂ 0.6 വരും. അങ്ങനെ കോസ് കമ്പോണൻറ്റും കോസ് തീറ്റയും സൈൻ തീറ്റയും കിട്ടി. കോസ് തീറ്റ 0.8ഉം സൈൻ തീറ്റ 0.6ഉം. ഓക്കെ. ഇനി നമുക്ക് ആംഗിൾ കിട്ടി, പിന്നെ അതുപോലെ തന്നെ ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷനും കണ്ടുപിടിച്ചു. ഇനി ഓരോ ജോയിൻറ്റിൻ്റെയും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കണ്ടുപിടിക്കാം. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. എന്നിട്ട് മെത്തേഡ് ഓഫ് ജോയിൻറ്റ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മെമ്പറിലെയും ഫോഴ്സസ് മാർക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അസംഷൻ എന്താണ്? നമ്മൾ എന്താണ് ഡയറക്ഷനായിട്ട് ചൂസ് ചെയ്യുന്നത്? ജോയിൻറ്റിലേക്ക് കംപ്രഷൻ ആണെങ്കിൽ ജോയിൻറ്റിലേക്ക് കംപ്രസീവ് ഫോഴ്സാണ് എല്ലാ മെമ്പറിലും ആക്ട് ചെയ്തെന്നുള്ള അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എല്ലാ മെമ്പറിലെ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സായിട്ട് മാർക്ക് ചെയ്യുക. കംപ്രഷൻ ആണെങ്കിൽ എയറോ വേണ്ടത് ജോയിൻറ്റിലേക്ക്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അങ്ങനെ അവിടെ എല്ലാ മെമ്പറിലുള്ള ഫോഴ്സസ് മാർക്ക് ചെയ്യുക. അതുപോലെ അവിടെയുള്ള വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതുമൊക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഏത് ജോയിൻറ്റ് ചൂസ് ചെയ്യും? ഒരു ജോയിൻറ്റ് നോക്കുക. ജോയിൻറ്റ് A കൺസിഡർ ചെയ്യുക. ജോയിൻറ്റ് Aയിൽ FAD FAC എന്ന് പറയുന്ന 2 ഫോഴ്സസാണ് അൺനോൺ ആയിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ജോയിൻറ്റ് Bയിലും FBD ആൻഡ് FCB എന്ന് പറയുന്ന 2 ഫോഴ്സസാണ് അൺനോൺ ആയിട്ടുള്ളത്. ജോയിൻറ്റ് Cയിലാണെങ്കിൽ 3 ഫോഴ്സസ് അൺനോൺ, FAC FCD ആൻഡ് FCB.
അതുപോലെ ജോയിൻറ്റ് ഡിയിലും 3 ഫോഴ്സ് FAD, FCD ആൻഡ് FBD എന്ന് പറഞ്ഞ് 3 ഫോഴ്സസ് അൺനോൺ ആണ്. 3 ഫോഴ്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പം നമുക്ക് ജോയിൻറ്റ് എ അല്ലെങ്കിൽ ജോയിൻറ്റ് ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഫസ്റ്റ് ജോയിൻറ്റ് എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് എ കൺസിഡർ ചെയ്യാം. ആ ജോയിൻറ്റ് എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജോയിൻറ്റ് എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, ജോയിൻറ്റ് എയിൽ വരുന്ന എല്ലാ ലോഡും മാർക്ക് ചെയ്യാം. അവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ട് 12 kN, വെർട്ടിക്കൽ ലോഡുണ്ട്, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട് 4.5, പിന്നെയോ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് FAC ഉണ്ട്, പിന്നെ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് FAD ഉണ്ട്. ഓക്കെ, ആ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ക്വസ്റ്റ്യനിൽ തന്നെയാണത്. സോ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് FAD കോസ് തീറ്റ വരും, വെർട്ടിക്കൽ കമ്പോണൻറ്റ് FAD സൈൻ തീറ്റ വരും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് FAD കോസ് തീറ്റ, അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് FAD സൈൻ തീറ്റ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് സിഗ്മ V = 0 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് = 0 എന്നുള്ള കണ്ടീഷൻ. ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് = 0 എന്ന് പറയുമ്പോൾ 4.5 അപ്വേർഡാണ്. സോ അത് പോസിറ്റീവ്. സോ 4.5 മൈനസ് FAD സൈൻ തീറ്റ. FAD സൈൻ തീറ്റ ഡൗൺവേർഡ് ആണ്. സോ മൈനസ് FAD സൈൻ തീറ്റ = 0. സോ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് FADൻ്റെ വാല്യൂ എന്ത് കിട്ടും? 7.5 എന്ന് കിട്ടും. അല്ലെങ്കിൽ ചെയ്ത് നോക്കണം. ഡയറക്റ്റീവ് വാല്യൂസ് അങ്ങനെ എടുത്ത് എഴുതാൻ പാടില്ല, ചെയ്ത് നോക്കുക. സൈൻ തീറ്റൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് FAD = 7.5 kN കിട്ടും. പോസിറ്റീവാണ്. സോ കംപ്രഷനാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിഗ്മ H = 0, ഹൊറിസോണ്ടൽ ഫോഴ്സ് = 0 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 12 kN നെഗറ്റീവ് ഡയറക്ഷനിലുണ്ട്. സോ -12, പിന്നെയോ മൈനസ് FAC മൈനസ് FAD കോസ് തീറ്റ. സോ മൈനസ് FAC മൈനസ് FAD കോസ് തീറ്റ = 0 എന്ന് വരും. സോ FAC എന്ത് വരും? -12 മൈനസ് FAD കോസ് തീറ്റ. FADൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു 7.5. സോ അത് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് തീറ്റൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് FACൻ്റെ വാല്യൂ -18 kN കിട്ടും. മൈനസ് ആയതുകൊണ്ട് അത് ടെൻഷൻ ആയിരിക്കും. സോ ടെൻഷൻ എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് എൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് FADൻ്റെ വാല്യൂയും കിട്ടി, FACൻ്റെ വാല്യൂയും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ജോയിൻറ്റ് സി കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടാണ്? ഇവിടെ ജോയിൻറ്റ് സി കൺസിഡർ ചെയ്യുമ്പം FAC നമുക്ക് നോൺ വാല്യൂ ആണ്. ഓക്കെ, FACൻ്റെ വാല്യൂ നമുക്ക് FACൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലായി ജോയിൻറ്റ് ചെയ്യുന്നതിനകത്ത് നിന്ന്. FCBയും അതുപോലെ തന്നെ FCD എന്ന് പറയുന്ന 2 ഫോഴ്സസ് മാത്രമേ അവിടെ അൺനോൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം നമുക്ക് ജോയിൻറ്റ് സി ഇനി കൺസിഡർ ചെയ്യാം. എന്താണ് ജോയിൻറ്റ് സി ചൂസ് ചെയ്യാനുള്ള വേറൊരു റീസൺ എന്ന് വെച്ചാൽ ജോയിൻറ്റ് സിയിലുള്ള എല്ലാ മെമ്പർ ഫോഴ്സും ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലാണ്, ഇൻക്ലൈൻഡ് ഒന്നും ഇല്ല. സോ നമുക്ക് എളുപ്പത്തിൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജോയിൻറ്റ് ബീനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ജോയിൻറ്റ് സി ചൂസ് ചെയ്യാം. അങ്ങനെ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെമ്പറായിട്ട് ഏതൊക്കെ ജോയിൻറ്റ് വരുന്നുണ്ടോ, ഏതൊക്കെ ജോയിൻറ്റിലാണ് ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് കുറവുള്ളത്, ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ഇല്ലാത്തത്, അതിനെ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുക. എന്നിട്ട് അതിലെ ഫോഴ്സസ് കണ്ടുപിടിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ശേഷമേ ഇൻക്ലൈൻഡ് മെമ്പേഴ്സിലെ ജോയിൻറ്റിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജോയിൻറ്റ് സി കൺസിഡർ ചെയ്യുക. ജോയിൻറ്റ് സിയിൽ FAC നമുക്ക് നോൺ ഫോഴ്സ് ആണ്, FCD നമുക്ക് കണ്ടുപിടിക്കണം, FCBയും കണ്ടുപിടിക്കണം. പിന്നെയോ അവിടെ ഒരു 18 kN ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് മറന്നു പോകാൻ പാടില്ല. അവിടെ ഒരു ഡൗൺവേർഡ് റിയാക്ഷൻ ഉണ്ട് 18 kN. ഇനി അവിടുത്തെ സിഗ്മ V = 0 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? -FCD -18 = 0. സോ FCD = -18 kN. -18 എന്ന് പറയുമ്പോൾ ടെൻഷൻ. അതാണ് ഇവിടെ ടെൻഷൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ബ്രാക്കറ്റിൽ. ഇനി അടുത്തത് സിഗ്മ H = 0 എന്നുള്ള കണ്ടീഷൻ. സിഗ്മ H = 0 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് = 0. അപ്പോൾ എന്താ? FAC പോസിറ്റീവ് ആണ്, FCB ആണെങ്കിൽ മൈനസ് ആണ്. സോ FAC - FCB = 0. സോ FCB = FAC എന്ന് വരും. FACൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ് -18. സോ FCB = -18 kN. മൈനസ് ആയതുകൊണ്ട് ടെൻഷൻ. ഓക്കെ, അപ്പം നമുക്ക് അതിലെ ഹൊറിസോണ്ടൽ FAC എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സും കിട്ടി, FCD എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്യാൻ നമുക്ക് ഒറ്റൊരു അൺനോൺ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അത് FBD എന്ന് പറയുന്ന ഫോഴ്സാണ് നമ്മൾ അൺനോൺ ഫോഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ FBD എന്ന് പറയുന്ന ഒരൊറ്റ ഫോഴ്സ് മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫോഴ്സും 4 മെമ്പറിലെ ഫോഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി FBD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്യാം.
അപ്പോൾ ജോയിൻറ്റ് ബീൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജോയിൻറ്റ് ബിയിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട് 13.5, പിന്നെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ FCB ഉണ്ട്, ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് FBD ഉണ്ട്. FBD ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. സോ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് FBD കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് FBD സൈൻ തീറ്റ. അപ്പോൾ അവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് FBD എന്ന് പറയുന്ന ഫോഴ്സ് മാത്രമേ അൺനോൺ ഉള്ളൂ. സോ നമ്മൾ സിഗ്മ V = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് FBDൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ വരുമോ? സിഗ്മ V = 0 എന്ന് എടുക്കുമ്പോൾ FBD സൈൻ തീറ്റ ഡൗൺവേർഡും 13.5 അപ്വേർഡും. സോ 13.5 മൈനസ് FBD സൈൻ തീറ്റ = 0 എന്ന് വരും. ഓക്കെ, സോ FBD = 13.5 സൈൻ തീറ്റ, ദാറ്റ്സ് = 13.5 / 0.6. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 22.5 kN. പോസിറ്റീവാണ്, സോ കംപ്രഷൻ വരും. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യട്ടോ എല്ലാവരും. ഈ വാല്യൂസ് എല്ലാം ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതിന് ടേബുലർ ഫോമിൽ മാർക്ക് ചെയ്യുക. ഓരോ മെമ്പറിലെ ഫോഴ്സും അതിൻ്റെ നേച്ചർ, ടെൻഷനാണോ കംപ്രഷനാണോ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം പറയുന്നത് നമ്മളതിലെ ഫോഴ്സ് ഒന്ന് ഹൊറിസോണ്ടൽ ഫോഴ്സ് കൂടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് ശേഷം അതിന് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.